നമസ്കാരം, ദിനേഷാണ്. ഫാമി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കൊണ്ടാഴിയിലെ മായന്നൂരിലെ സുഭാഷേട്ടൻ്റെ പശുഫാമിലാണ്. പശു വളർത്തൽ രംഗത്ത് സുഭാഷേട്ടൻ്റെ കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷക്കാലത്തെ അനുഭവങ്ങൾ അറിയാനും അത് കർഷകരിലേക്ക് എത്തിക്കാനും വേണ്ടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. സുഭാഷേട്ട, ഫാമി മലയാളത്തിലേക്ക് സ്വാഗതം. പശു വളർത്തൽ രംഗത്തെ പുതിയ കർഷകൻ അല്ലെങ്കിൽ യുവ കർഷകൻ എന്ന നിലയിൽ ഈ രംഗത്തേക്ക് വന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഇത് ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോ പശുവിനെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. നമുക്ക് പശുക്കള് മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണ് പോയി കഴിഞ്ഞാൽ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അവര് പറയണ രീതിയും നമുക്ക് കൊടുന്ന് കിട്ടുന്ന അനുഭവം രണ്ട് രീതിയാണ്. അവരവിടുന്ന് 20 ലിറ്റർ പാലുണ്ട് പറയണ പശുവിന് ഇവിടെ വന്ന് നമ്മൾ എങ്ങനെ കറന്നു കഴിഞ്ഞാലും നമുക്ക് ആ പശു പാല് കിട്ടുന്നില്ല. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ മാക്സിമം 13 ലിറ്റർ 14 ലിറ്റർ പാലാ കിട്ടുന്നത്. അപ്പോ അതിന്റെ വില നോക്കിയിട്ട് നമ്മൾ അവിടെ പോയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ പറ്റിക്കപ്പെടുകയും ചെയ്യുന്നത്. നമ്മളതിന് അനുസരിച്ചുള്ള രീതിക്ക് തന്നെയാണ് പോണതൊക്കെ. ശരി, നമ്മള് ഈ മാർക്കറ്റ് അന്വേഷിച്ച് പോയിട്ടാണ് നമ്മൾ ഇതിന്റെ കണ്ടെത്തുന്നത്. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ അവര് ഏജന്റുമാരാണ് ഇതിന് സംസാരിക്കുന്നത്. നമുക്ക് ഡയറക്റ്റ് പാർട്ടി കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അവിടെ ഏജന്റ് മുഖാന്തരമാണ് നമ്മള് ബന്ധപ്പെടുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ വീടുകളിൽ പോയിട്ട് മേടിക്കാൻ വേണ്ടിട്ട് നോക്കുന്ന സമയത്തും നല്ല പശുക്കളെ അവര് കൊടുക്കുന്നില്ല. ഇല്ല. എവിടെയാണ്, എവിടുത്തെ അനുഭവം നമ്മൾ പറയണത്? കൃഷ്ണഗിരിയാണ്. കൃഷ്ണഗിരി ഒരു 10-20 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്ത് പോയിട്ട് നമ്മളവിടെ ഒരു 2-3-4 ദിവസം നിന്ന് നോക്കി. അതെ, 3-4 ദിവസം നമ്മൾ നിന്ന് പശുവിനെ വാങ്ങാൻ വേണ്ടിയുള്ള നമ്മളതിനായിട്ട് അങ്ങനെ റൂം എടുത്ത് നിന്ന് അങ്ങനെ സെറ്റായിട്ട് നോക്കി. ഞാന് നമ്മുടെ ഒരു ഏട്ടൻ 2 ഏട്ടന്മാരും കൂടിയിട്ടാ പോയത്. ശരിയായ, എനിക്ക് തോന്നുന്നു ശരിയായ കർഷകരിലേക്ക് നമ്മൾ അവിടെ എത്തിച്ചേരുന്നില്ല. അല്ലെങ്കിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് നല്ല ഒരു വീട്ടിലൊരു 10 പശു 5 പശു ഉള്ള ഒരു വീടുകളില് പോയി കഴിഞ്ഞാൽ അവരുടെ നന്നല്ലാത്ത പശുവിനാണ് നമുക്ക് ചന്തയിൽ വരുന്നത്. നല്ല പശുക്കളെ അവർ കൊടുക്കുന്നില്ല. ഇല്ല, അവര് നോക്കുകയാണ്. അതെ. ഞങ്ങളൊരു കണ്ടമാനം വീടുകളിൽ പോയി. വീടുകളിൽ എത്തിപ്പെടാൻ നല്ല പണിയാണ് നമ്മള്. പക്ഷെ നല്ല വീടുകളിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നല്ല പശുക്കളെ അവർ കൊടുക്കുന്നില്ല. അവിടെ നല്ല പശുക്കൾ ഉണ്ട്. കൃഷ്ണഗിരി പറയുന്ന സ്ഥലത്ത് പ്രസവിച്ചുണ്ടാവുന്ന പശുക്കളല്ല, അവിടെ നിന്ന് പുറത്തുനിന്ന് വരുന്ന പശുക്കളാണ്, നല്ല പശുക്കളാണ്. അല്ല, കൃഷ്ണഗിരി എന്ന് പറയുന്നത് ശരിക്കും ഈ പശുക്കളുടെ ഒരു ഹബ്ബായിട്ട് അറിയപ്പെടുന്നതാണല്ലോ. കേരളത്തിൽ കുറെ ആളുകൾ അവിടെ പഞ്ചാബിൽ നിന്ന് നേരെ ഡയറക്റ്റ് വരുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ അവിടുത്തെ ഫാമുകളിലൊക്കെ കാണുമ്പോൾ നല്ല നല്ല പശുക്കളാണ്. പക്ഷെ കുട്ടികൾ നല്ല പശുക്കുട്ടികൾ അവിടെ വന്ന് അവിടെ ഉള്ള ആളുകള് വളർത്തി വലുതാക്കുന്ന രീതിയാണ്. നല്ല സംഭവങ്ങൾ, നല്ല പശുക്കളുണ്ട്, അവർ കൊടുക്കുന്നില്ല നല്ല പശുക്കൾ തന്നെ. അവരുടെ മോശപ്പെട്ട പശുവാണ് നമ്മുടെ ചന്തയിൽ വരുന്നത്. ശരി. ആ ചന്തയിൽ വരുന്ന പശുക്കളുടെ തെരവ് അതിലത്തെ നല്ലതിനെയാണ് നമുക്ക് കിട്ടുന്നുള്ളൂ. അവര് ഒഴിവാക്കുന്നതാണ് നമ്മളൊക്കെ കൊണ്ടുവരണത്. അതെ അല്ലേ? അതെ. അവിടെ എങ്ങനെ ചന്ത തന്നെയാണോ? ശരിക്കും ചന്തയാണ്. നമ്മുടെ ഇവിടെ കേരളത്തിൽ കാണുന്ന പോലുള്ള ചന്തകൾ തന്നെയാണ്. അതെ. ഏജന്റുമാര് കൊണ്ടുവന്ന് ഈ പറയുന്ന പൈസ പറഞ്ഞ് നിർത്തുകയാണ്. അങ്ങനെയാണ് അല്ലേ? അതെ. അല്ലാതെ നമുക്ക് അവിടെ ഫാമുകളിൽ പോയിട്ട് നേരിട്ട് വാങ്ങാനൊന്നും കഴിയില്ല. ഞങ്ങളവിടെ ഫാമുകളിൽ പോയിട്ട് നമുക്ക് നല്ല പശുക്കളെ അവർ തരുന്നില്ല. ഫാമുകൾ തരില്ല. പിന്നെ ഈ ചെറിയ 30 ലിറ്റർ കിട്ടും 40 ലിറ്റർ കിട്ടും പറയുന്ന പശുക്കളെനൊക്കെ അവരവിടെ നിർത്തിയിട്ട് നമുക്ക് അതിനെ കാണിച്ചു തന്നിട്ട് മറ്റേ പശുക്കളെ കച്ചവടം ചെയ്തു തരും. അതിന് ആ പശുക്കൾക്കൊക്കെ ഒരു 1.70 വില പറയും. എന്നിട്ട് ഒരു 1.10 1.20 പശുക്കളാണ് ലേശം കൂടി കുറഞ്ഞത് ഇതാണ് പറഞ്ഞിട്ട് ഈ പശുക്കളെ തരും. അല്ല, നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഈ പശുവിനെ കറവ് കണ്ടു വാങ്ങാന്നൊക്കെ പറയുമല്ലോ. അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല. കറവ കണ്ട് മേടിക്കുക പറഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ ഒരു കൂട്ടുകാരൻ പോയിട്ട് ഇപ്പൊ ഒരു പശുവിനെ മേടിച്ചു. 1,40,000 രൂപ ആണ് പശുവിന് വില ഉറപ്പിച്ച് സാധനം മേടിച്ചു. 30 ലിറ്റർ പാലാണ് അതിന് കണക്കാക്കിയത്. പക്ഷെ അയാൾക്ക് ആള് പോയി കറവ് കണ്ടപ്പോ പശുവിന് ചെറിയൊരു ലൂസ് മോഷൻ ഉണ്ടായിരുന്നു പശുവിന്. പക്ഷെ അന്ന് ഒരു 13 ലിറ്റർ പാല് കറന്നു രാവിലെ. ഉച്ചരിട്ട് ഒരു 11 ലിറ്ററും പാല് കറന്നു കണ്ടു. അങ്ങനെ മൊത്തം ഒരു 24 ലിറ്റർ നേരിട്ട് കറന്നു കണ്ടു. അപ്പൊ പശുവിന് ലൂസ് മോഷൻ കാരണം കൊണ്ടാണ് പാല് കറക്റ്റ് ആയിട്ട് കിട്ടാത്തത്. അപ്പൊ പറഞ്ഞത് ശരിക്കും വിശ്വസിക്കുകയും ചെയ്യും. ഈ പശുവിന് ലൂസ് മോഷൻ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള കൊടുക്കാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഈ സാധനത്തിന് പാല് ഇത്രയും വന്നിറക്കണത്. അത് മനസ്സിലാക്കാൻ പറ്റിയില്ല പെട്ടെന്ന് അവർക്ക്. അങ്ങനെ ആ സംഭവം കഴിഞ്ഞ് ഏകദേശം പശുവിനെ കൊടുന്നു കഴിഞ്ഞ് തൈലേറിയുടെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ കുത്തിവെച്ച് ഇപ്പൊ ഏകദേശം പശു തീറ്റ എടുക്കുന്നില്ല എന്നാണ് അവൻ പറഞ്ഞത്. തീറ്റ കറക്റ്റായിട്ട് എടുത്താലാണല്ലോ
1,20,000 രൂപ 1,40,000 കൊടുത്ത് കൊടുന്ന 1,40,000 കൊടുത്ത് വാങ്ങി കൊണ്ടുവരുന്ന പശുവിന്റെ അനുഭവമാണത്. അതെ. എങ്ങനെ കർഷകർ രക്ഷപ്പെടുക അല്ലേ? അപ്പോ ഞാൻ പറഞ്ഞു ഈ എന്തായാലും വേഗം പശുവിന് ഇൻഷൂർ വേഗം ചെയ്തല്ലേ. ഇൻഷൂർ ചെയ്യണമെങ്കിലും ഈ 1,00,000 ഇതൊന്നും കിട്ടുന്നില്ല. ഒരു 60,000 65,000 70,000 രൂപയൊക്കെ ഉള്ളൂ കിട്ടുള്ളൂ. ചത്തുപോയി എന്ത് ചെയ്യും? കാശ് മുഴുവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഡോക്ടറെ കൊണ്ടുവന്നിട്ട് തന്നെ ഏകദേശം 2-3 ദിവസം ഈ തൈലറേഡിയും മറ്റുള്ള മരുന്നൊക്കെ കുത്തിവെക്കുമ്പോ ഒരു ദിവസം ഏകദേശം ഒരു 3,000 രൂപയുടെ അടുത്ത് ചെലവ് വരും. അതൊന്നും പിന്നീട് തിരിച്ചു കിട്ടി ഇന്ന് കറന്നുണ്ടാക്കിയിട്ട് തന്നെ കിട്ടണ്ടേ? അതെ അതെ, പാലായിട്ട് തന്നെ വേണല്ലോ. അതാണ് പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്നത്. അതാണ് തോന്നുന്നത് ഈ മേഖലയിൽ. ഞങ്ങള് പിന്നെ അവിടെ പോയിട്ട് എടുക്കണത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്തകളിൽ പോയി കഴിഞ്ഞാൽ തന്നെ പരമാവധി ഒന്നല്ലെങ്കിൽ പ്രസവിച്ച് ഏകദേശം 10 ദിവസമൊക്കെ ആയിട്ട് ക്ലിയർ ആയിട്ടുള്ള പശുക്കൾ ഉണ്ടാവും. പാല് ലേശം കുറഞ്ഞാലും ഒന്നല്ലെങ്കിൽ 2 പശുവും കുട്ടിയും വേറെ വേറെ ആയിട്ട് നിൽക്കണ ആ ഒരു ഇതില്ലേ, അത് ചിലപ്പോ അവര് വേറെ ചെറിയ കുട്ടികളെയൊക്കെ വേറെ മാറ്റിയിട്ടൊക്കെ തരുന്നുണ്ടാവും. പക്ഷെ നമ്മൾ അങ്ങനെ അല്ലാണ്ട് പശുവിനെയും കുട്ടീനെയും നമുക്ക് ഏകദേശം 100% ആണ് ഇതിന്റെ കുട്ടിന്റെയാണെന്നുള്ളത് ഏകദേശം മനസ്സിലാവുന്ന രീതിക്ക് നമ്മൾ അതിനെ പിടിക്കും, അതിനെ മേടിക്കും. അതിനിപ്പോ പാലൊരു 10 മഞ്ച് കിട്ടണമെന്ന് വെച്ചാലും ഞങ്ങൾ അത് മതി എന്നുള്ളത് വിചാരിച്ച് അത് മേടിക്കും. അതിന് ഏകദേശം ഒരു 70,000 രൂപയോളം വില വരും. നമുക്കിവിടെ എത്തുമ്പോ ഒരു 5 റുപ്യ 75 റുപ്യോളം ചെലവ് വരും. ഒരു 15 ലിറ്റർ 16 ലിറ്റർ ഒക്കെ പാല് കിട്ടും. അതാണ് ഒരു കണക്കിന് നല്ലത് എന്ന് ഞങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ പിന്നെ ഒരു 7 മാസം 8 മാസം ചേനുള്ള പശുക്കൾ തന്നെ. ചേനുള്ള പശുക്കൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കറന്ന് നോക്കാൻ പറ്റണം 4 മുലയിലും പാല് വരുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താ വെച്ചാൽ 2 മുല 3 മുലയൊക്കെ ചിലപ്പോ കേടായിട്ട് നമ്മളിവിടെ ഒന്ന് പ്രസവിക്കുമ്പോ 2 മുല കേടായിരുന്നു കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. അപ്പൊ പിന്നെ ബുദ്ധിമുട്ടാണല്ലോ. അവര് 10 മാസം 9 മാസമൊക്കെ ചെനയായി പറഞ്ഞിട്ട് തരുന്ന പശുക്കളെ പഠിക്കും. അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ ഈ പശു പ്രസവിച്ച് കഴിഞ്ഞിട്ടൊക്കെ കൊണ്ടുണ്ടാവും അല്ലെ? അതെ അതെ അതെ. അല്ലെങ്കിൽ ഒരു 7 മാസത്തിലൊക്കെ കറവ നിർത്താത്ത പശുക്കൾ ഉണ്ടാവും. ഓ ശരി ശരി. അപ്പൊ 7 മാസം 8 മാസം ഒക്കെ ആവുമ്പോ കറവ നിർത്താൻ ഒരു 40 ദിവസം കൊണ്ടൊക്കെ നിർത്തിയാൽ മതി. ഡ്രൈ പീരീഡ് പറഞ്ഞ ഒരു 40 ദിവസമൊക്കെ നിർത്താൻ പറ്റുള്ളൂ ഇത്ര പാലുള്ള പശുക്കളനൊക്കെ. അപ്പൊ ഏകദേശം ഒരു 3-4 ലിറ്റർ പാലുള്ള ഒരു പശുവിനെ നമുക്ക് ഒരു 7 മാസം ചെന്നൈയിലൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് കിട്ടൂല്ലേ? ഓക്കെ സുഭാഷ് ചേട്ടൻ, നമ്മുടെ ഫാമിൽ ഇപ്പൊ എത്ര പശുക്കളുള്ളേ? നമ്മുടെ കറക്കണത് ഏകദേശം ഒരു 32 ഉണ്ട്. കറക്കണത് കറക്കാത്തതും കുട്ടികളും കൂടി കൂടിയിട്ട് ഒരു 60-63 ഉണ്ടാവും ടോട്ടൽ ഉണ്ടാവും അല്ലേ? ഇപ്പൊ നമ്മൾ ഈ ഫാം ആരംഭിച്ചിട്ട് എത്ര വർഷമായി? 1 വർഷം കഴിഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഈ തുടക്കത്തിൽ തന്നെ ഈ ഇത്രയും പശുക്കളെ ഒരുമിച്ച് 4 ആദ്യം മേടിച്ചത്. അത് കഴിഞ്ഞ് ഇങ്ങനെ കുറേശ്ശെ നമ്മൾ ആ 4 സെറ്റ് ആയതിനു ശേഷമാണ് അടുത്ത പശുക്കളെ പോയി കൊടുക്കുന്നത്. 4 പശുക്കളെ ആദ്യം വാങ്ങി ആ 4 പശുക്കളെ നമ്മളൊന്ന് നിരീക്ഷിച്ച് നോക്കി നമുക്ക് പറ്റുമെന്ന് തോന്നിയതിനു ശേഷമാണ് നമ്മൾ പശുക്കളുടെ എണ്ണം കൂട്ടിയത് അല്ലേ? ഓക്കെ. ഈ ആദ്യം വാങ്ങിയ പശുക്കളെ ഏതൊക്കെയാണ്? ആദ്യം വാങ്ങിയത് ജേഴ്സി, മറ്റേ ഒരു HF, പിന്നെ ഒരു സിന്ധി പശു. നല്ല അടിപൊളി പശുവാണ് സിന്ധി. സിന്ധിയിലുള്ള ക്രോസ് പശുക്കളാണ് ഏറ്റവും നല്ല ഒരു ബ്രീഡ്. ഒറ്റയ്ക്ക് നല്ല ഹെൽത്തിയാണ്, നല്ല ആരോഗ്യമുള്ള പശുക്കളാണ്. പിന്നെ പാലാണെന്ന് നല്ല ഫാറ്റും ഉള്ള പാലാണ് ഉണ്ടാവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പാല് ലേശം കുറഞ്ഞു കഴിഞ്ഞാലും നല്ല പശുവാണ്, നല്ല ആരോഗ്യമുള്ള പശുവാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പശുവാണ്. ഇപ്പോ നമ്മുടെ ഉള്ള പശുക്കളിൽ ഏതൊക്കെയാണ് നമ്മുടെ ഉള്ളത്? നമ്മുടെ ഒരുവിധം എല്ലാ ബ്രീഡും ഉണ്ട്. ജേഴ്സി ഉണ്ട്, HF ഉണ്ട്, പിന്നെ ഗീറുണ്ട്. ഒക്കെ ക്രോസ് ബ്രീഡാണ്. വെച്ചൂർ പശു ഉണ്ട്, വില്ലാതിരി ഉണ്ട്. ഓ ശരി ശരി. ഒക്കെ ചെറിയ ഒരു ഇതിന് വേണ്ടി ഈ നാടൻ പശുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിന്റെ ഒരു നമ്മുടെ സന്തോഷത്തിന് ഒരു മനോഹാരിതയ്ക്കും വേണ്ടിയിട്ട് അതുകൊണ്ട് അല്ലേ? വില്ലാതിരിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ പശുവാണ്, പാലൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഒപ്പം തന്നെ നമ്മുടെ ഈ വെച്ചൂരും അതുപോലെ തന്നെ പാലൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല, വളരെ ചെറിയ പശുവാണ്. നാടൻ ഇനങ്ങളിൽ പെട്ടതാണുള്ളതൊക്കെ. അതെ അതെ. അപ്പൊ ഫാമിനൊരു മനോഹാരിതയ്ക്ക് വേണ്ടി ആയിരിക്കും അല്ലെ അതൊക്കെ ഉള്ളത്. ഒപ്പം തന്നെ ഒരു എരുമേനെ കണ്ടിരുന്നു. എരുമേനെ കൂടി വളർത്താൻ കാരണം എന്താ? പാലിന്റെ ഫാക്ടിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെ, അന്ന് ആദ്യം നമ്മള് ഒരു എരുമേനെ മേടിച്ച് അതിന്റെ റിസൾട്ട് നമുക്ക് അറിയില്ലായിരുന്നു കറക്റ്റ് ആയിട്ട്. എരുമ ഇണക്കം ഒരാൾക്ക് ഇണങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വന്ന വഴി തന്നെ നമ്മുടെ ഇവിടെയുള്ള ഒരു ഹിന്ദിക്കാരുണ്ട്, പണിക്കാരൻ. മൂപ്പര് നല്ല ഇഷ്ടാവും ചെയ്തു. നല്ല ആളാണ് കൈകാര്യം ചെയ്യുന്നത്. ഓ ശരി ശരി. അത് ശരി തന്നെയാണോ? ഈ ഒരാൾക്ക് മറ്റേ ഒരാൾക്ക് 2 ആൾക്ക് നമ്മളെ ഫാമിലി സ്ഥിരമായിട്ട് കാണുന്ന 2 ആൾക്ക് 3 ആൾക്കൊക്കെ മാറി മാറി ചെയ്യാം, കുഴപ്പമില്ല. അതല്ലെങ്കിൽ കറക്കാൻ സമ്മതിക്കില്ലേ? അങ്ങനെ സമ്മതിക്കില്ല, ചവിട്ടും.
ആള് മാറിക്കഴിഞ്ഞാൽ ചവിട്ടും. അതല്ലേ? പിന്നെ ഒരു കടന്ന് ഒരു ഇതാവും ചെയ്യും. മറ്റേ സ്ഥിരമായിട്ട് കറക്കണ ആൾക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവൂല. ഓക്കെ. ഈ ഇപ്പൊ നമ്മുടെ ഈ ക്രോസ് ബ്രീഡുകളെ കൂടുതലെന്ന് പറഞ്ഞല്ലോ, നമുക്ക് ഇതിനൊക്കെ വാങ്ങിയപ്പോ ഏകദേശം എത്ര രൂപ ചെലവ് വന്നിട്ടുണ്ട്? അല്ലെങ്കിൽ ഒരു പശുവിന് ഇത്ര രൂപ, ഇത്ര ലിറ്റർ കിട്ടുന്ന ക്രോസ് ബ്രീഡ്, HF ക്രോസ് ബ്രീഡ്, ജേഴ്സിയുടെ ക്രോസ് ബ്രീഡ്, ഓക്കെ, ഇതാണല്ലോ പ്രധാന ഇനം എന്ന് പറയുന്നത്. അപ്പോ ഈ ഇതിനൊക്കെ ഏവറേജ് പൈസ നമുക്ക് ഈ ലിറ്ററിന് ഇത്ര രൂപ വെച്ചിട്ട് നമ്മൾ വാങ്ങിയെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ അങ്ങനെ പറയാൻ കഴിയുമോ? അങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ കഴിയില്ല. എന്നാലും നമ്മൾ പശുവിനെ വാങ്ങിയത് ഏകദേശം എത്ര രൂപയ്ക്കാന്ന് പറയാൻ പറ്റുമോ? നമ്മളൊരു 1,10,000 രൂപയുടെ പശു ഉണ്ട് നമ്മുടെ ഉണ്ട്. ഏറ്റവും കുറവുള്ള പശുവോ? ഏറ്റവും കുറവുള്ള പശു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40,000 ഒക്കെ ഉണ്ട്. 40,000 മുതൽ 1,10,000. വെച്ചൂർ പശുവിനൊക്കെ നമ്മള് ചെറിയ വലിയ ഓവർ വിലക്കല്ല മേടിച്ചേക്കണത്. നമ്മൾ കറവ പശുക്കൾക്ക് ഏകദേശം ചൈനയിലൊക്കെ നിൽക്കുമ്പോൾ നമുക്കൊരു 40-45 രൂപയ്ക്കൊക്കെ നല്ല പശുക്കളെ കിട്ടും. പക്ഷെ അവര് പ്രസവിച്ച് വരുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു 60-70 രൂപയോളം ചെലവാകും. അപ്പൊ ഇപ്പൊ ഒരു 40,000 രൂപ മുതൽ 1,10,000 രൂപ വരെയുള്ള പശുക്കള് നമ്മുടെ ഉണ്ട് അല്ലെ? 1,10,000 രൂപയുടെ പശു എന്ന് പറയുന്നത് 20 ലിറ്റർ പാല് കിട്ടുന്ന പശുവാണോ? കിട്ടുന്ന പശുവാണ്. ആണല്ലേ? HF ആണ്. HF പശുവിന്റെ പാലിന് കൊഴുപ്പുണ്ടാവില്ല എന്ന് പറയുന്നത് ശരിയാണോ? ശരിയാണ്. ആണോ? ആണ്. ഓ ശരി. അത് ആ ബ്രീഡിന്റെ പ്രത്യേകത ഉണ്ട് അല്ലേ? അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ HF പശുവിന്റെ പാലിന്റെ ഫാക്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണോ നമ്മൾ ജേഴ്സിനും കൂടി നമ്മളതിന് വേറെ ഒരു ചോളകത്തിന്റെ ഒരു പൗഡർ ഉണ്ട്. ചോളകത്തിന്റെ മാത്രമായിട്ട് വരുന്ന ഒരു പൊടിയുണ്ട്, ചോളപ്പൊടി. അത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റ് ഒരു ഇതൊക്കെ വ്യത്യാസപ്പെടുന്നുണ്ട് അല്ലേ? അപ്പോ നമ്മൾ ഇവിടെ പ്രധാനമായും കൊടുക്കുന്ന തീറ്റകൾ എന്തൊക്കെയാ? ഇവിടെ നമ്മൾ കൊടുക്കുന്നത് സൈലേജ് കൊടുക്കുന്നുണ്ട്, വൈക്കോല് കൊടുക്കുന്നുണ്ട്, പച്ചപ്പുല്ല് കൊടുക്കുന്നുണ്ട്, പിന്നെ സുപ്രീം KSന്റെ സുപ്രീമാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മള് ചോളകത്തിന്റെ തവിട് കൊടുക്കുന്നുണ്ട്. ചോളകത്തിന്റെ ഒരു പൊടിയുണ്ട്, അത് കൊടുക്കുന്നുണ്ട്. ചോളത്തവിട് കൂടാതെ വേറെ പൊടി ഉണ്ടോ? ഉണ്ട്. ചോളത്തിന്റെ ഒരു പൊടിയുണ്ട്, മഞ്ഞ കളറുള്ള ഒരു പൊടിയാണ്. അതല്ലാണ്ട് പിന്നെ ചെറിയ കുട്ടികൾക്ക് കാഫ് സ്റ്റാർട്ടർ കൊടുക്കുന്നുണ്ട്. പിന്നെ പുഷ്ടിമ കൊടുക്കുന്നുണ്ട്. കുറച്ച് ഒരു 6 മാസക്കായ കുട്ടികൾക്ക് പുഷ്ടിമ പറയണ തീറ്റയാണ് കൊടുക്കുന്നത്. പുഷ്ടിമ എന്ന് പറഞ്ഞാൽ അത് കുട്ടികൾക്ക് കൊടുക്കുന്നതായിട്ട് അതിനായിട്ടുള്ള ഒരു തീറ്റയാണ്. പിന്നെ ചെന പശുക്കൾക്ക് അത് തന്നെ കൊടുക്കുന്നത്. കൊടുക്കുന്നുണ്ട്. ഒരു 15 ലിറ്റർ പാല് കിട്ടുന്ന പശുവിനൊക്കെ നമ്മള് ഏകദേശം നമ്മൾ തീറ്റ കൊടുക്കുന്ന ഒരു ക്രമം പറയോ? ഇത്ര നേരം ഇത്ര തീറ്റ വെച്ചാണ് കൊടുക്കുന്നത്, അത് ഏതൊക്കെ തീറ്റ എന്ന് പറയാൻ കഴിയുമോ? ഞങ്ങളിപ്പോ ഇതില് തീറ്റ കൊടുക്കണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈലേജും മറ്റേ സുപ്രീമും ഈ സാധനമാണ് നമ്മൾ കുറവ് കൂടുതലുള്ളതിന് കൂട്ടിയിട്ടും കറവ കുറവുള്ളതിന് കുറച്ചിട്ടും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ബാക്കി എല്ലാം ഏകദേശം നോർമൽ ആയിട്ടുള്ള തീറ്റയാണ് കൊടുക്കുന്നത്. ഏകദേശം പശുക്കൾ സൈസിൽ ഏകദേശം ഒരേ സൈസ് ആണ്. പാല് കിട്ടുന്നതിന്റെ കാര്യത്തിൽ വ്യത്യാസമുള്ളൂ. അതെ, അതിനാണ് സുപ്രീം നമ്മൾ ഏകദേശം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സുപ്രീം ഒരു ലിറ്റർ പാലിന് ഏകദേശം 400 ഗ്രാം വെച്ചിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ മറ്റുള്ള തീറ്റയും കൂടി ഉള്ളത് കാരണം കൊണ്ട് അതായത് ആവറേജ് തൂക്കം പറയണം. ആവറേജ് ഒരു ലിറ്റർ പാലുള്ള ഒരു പശു ആണെങ്കിൽ ഏകദേശം ഒരു 10 ലിറ്റർ പാലുള്ള പശുവിന് 4 കിലോ സുപ്രീം കൊടുക്കണം. ഒരു ദിവസം കൊടുക്കണം? ഒരു ദിവസമല്ല, ഒരു നേരം കൊടുക്കണം. സൈലേജ് നമ്മളൊരു 5 കിലോ രാവിലെയും വൈകിട്ട് ഒരു 5 കിലോ. അത് നമുക്ക് ഏറ്റവും കുറച്ച് കൂടുതൽ പാലുള്ള പശുവിന് കുറച്ച് കൂടുതൽ കൊടുക്കും. ഒരു 8 കിലോ വരെയൊക്കെ കുറച്ച് ഒരു നേരം നേരത്തെ. അതെ. പുല്ലോ? അതിനെ ഈ പുല്ലും സൈലേജും എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു 8 കിലോ. 8 കിലോ അല്ല, ഏകദേശം പച്ചപ്പുല്ല് നമ്മളൊരു 15 കിലോ 16 കിലോനൊക്കെ ഒരു നേരം കൊടുക്കും. ആവറേജ് വെച്ച്. അതും ഈ പാല് കിട്ടുന്ന പശുവിന് കൂടുതൽ, അല്ലാത്തതിന് കുറവ്. നമ്മൾ ഈ ചെന പശുക്കൾക്കൊക്കെ കൂടുതലായിട്ട് വൈക്കോലാണ് കൊടുക്കുന്നത്. അതെ. വൈക്കോല് പ്രധാനമായും ചെന പശുക്കൾക്കാണ്. പിന്നെ ചെറിയ കുട്ടികൾക്ക്, നല്ല ചെറിയ കുട്ടികൾക്കല്ല, ഒരു 8 മാസം 9 മാസമൊക്കെ ആയ കുട്ടികൾക്കാണ് നമ്മൾ വൈക്കോല് കൊടുക്കുന്നത്. ശരി. പിന്നെ ഈ KS സുപ്രീം കൊടുക്കുന്നു പറയുന്നുണ്ടല്ലോ, ഈ KS സുപ്രീം കൂടുതലായും കൊടുക്കുന്നത് പാല് കിട്ടുന്ന പശുക്കൾക്കായിരിക്കും. അതെ. അപ്പൊ അത് എത്ര വെച്ച് കൊടുക്കുന്നുണ്ട്? അതിന് 1 ലിറ്റർ പാലുള്ള പശുവിന് 400 ഗ്രാം വരെ കൊടുക്കുന്നുണ്ട്. മറ്റേ ഈ ചോളത്തോടോ? അത് പശുവിന്റെ തടിക്കനുസരിച്ച് നമ്മള് തടി മെയിൻറ്റെയിൻ ചെയ്യാനാണോ? അതെ. ആണല്ലേ? കാൽസ്യത്തിന്റെ കൊടുക്കൽ എങ്ങനെ? കാൽസ്യം നമ്മള് ഏറ്റവും വലിയ പശുക്കൾക്ക് ഒരു 150 ഗ്രാം വെച്ചിട്ടും കറവ കമ്മിയുള്ള പാല് കമ്മിയുള്ള പശുക്കൾക്ക് ഒരു 50 ഗ്രാമിൽ കുറയാണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്? എങ്ങനെയാ? അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതല്ലേ? പുല്ലൊക്കെ നമ്മൾ മെഷീനിൽ കട്ട് ചെയ്തിട്ട് പുല്ല്, സൈലേജ്,
മറ്റേ സുപ്രീം, ചോളത്തവിട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒക്കെ ഒറ്റ ഇതായിട്ട് ഒരൊറ്റ പാത്രം അങ്ങനെയായിട്ടാണ് കൊടുക്കുന്നത്. ഒരു ഒറ്റ ട്രിപ്പിൽ ഒന്നിച്ച് കൊടുക്കുകയാണ്. ഓ ശരി ശരി ശരി. നമ്മുടെ പശുക്കൾക്ക് പ്രധാനമായിട്ടും അസുഖങ്ങൾ എന്തെങ്കിലും വരാറുണ്ടോ? അസുഖങ്ങള് സാധാരണഗതിയിലുള്ള അസുഖങ്ങൾ കാര്യമായിട്ട് അങ്ങനെ വല്ലാണ്ട് വന്നിട്ടില്ല, ബുദ്ധിമുട്ടിണ്ടായിട്ടില്ല. എന്നാലും നമുക്കൊരു 4-5 പശുക്കള് ബുദ്ധിമുട്ടായിട്ട് പ്രശ്നമായിട്ട് പോയിട്ടുണ്ട്. അതെ അല്ലെ, നമ്മളിപ്പോ അങ്ങനെ നോക്കാൻ പറ്റാതെ വന്നാ കൊടുത്തൊഴിവാക്കും. അതെ. അല്ല, പശുക്കൾ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പശുക്കളിലാണ് മെയിൻ ആയിട്ട് ഈ ബുദ്ധിമുട്ടുകൾ കണ്ടിറക്കുന്നത്, അസുഖങ്ങൾ വരുന്നത്. നമ്മളിപ്പോ ഒരു 3 പശു നമ്മൾ നല്ല വില കൂടി പശുക്കളെ പോയിട്ട് കൊടുന്നുണ്ടായിരുന്നു. അതിലത്തെ ഒരു പശു പെട്ടെന്ന് കൊണ്ടുവന്ന് പിറ്റേ ദിവസം തന്നെ തീറ്റ എടുക്കാണ്ട് നിന്നു. അതിനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വരുമ്പോഴേക്ക് 2 ദിവസം താമസമായി നമുക്ക്. അത് കഴിഞ്ഞ് നമ്മള് അതിനുള്ള മരുന്നുകള് കുത്തി നമുക്ക് ഏകദേശം ഒരു 20,000 രൂപയുടെ അടുത്ത് ആ പശുവിന് ചെലവ് വന്നു. അപ്പൊ 1.10 മേടിച്ചു, 1.30 നമുക്ക് ചെലവായി. പശു രക്ഷപ്പെട്ടില്ലേ, പോയി, നഷ്ടപ്പെട്ടു. പശുവിന് ആ ടൈമില് ഈ അസുഖം നിലനിൽക്കുന്ന സമയത്ത് ഇൻഷൂർ ചെയ്യാനും പറ്റില്ല. ഇല്ല, ഡോക്ടർ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. ഉണ്ടാവുന്ന പ്രയാസങ്ങളാണ്. ഒറ്റയടിക്ക് ഒരു 1 ലക്ഷം, 1.20, 1.30 പോവാന്ന് പറയുമ്പോ അങ്ങനെ നമുക്ക് അതോടുകൂടി ഒരു വർഷത്തെ കച്ചവടങ്ങൾ നിൽക്കുകയാണല്ലോ. നമ്മുടെ വലിയൊരു ഷെഡാണല്ലോ ഇവിടെ നമ്മള് ഇതിന് വേണ്ടി പണി കഴിപ്പിച്ചിരിക്കണം, അല്ലെങ്കിൽ തൊഴുത്ത് ആയിട്ട്. എത്ര രൂപ ചെലവ് വന്നിട്ടുണ്ട് നമ്മുടെ ഈ തൊഴുത്ത് നിർമ്മാണത്തിന്? തൊഴുത്ത് ഏകദേശം ഈ ഷെഡ് പറയുന്നത് 6000 സ്ക്വയർ ഫീറ്റ് ആണ്. ഇത് 6000 സ്ക്വയർ ഫീറ്റ് ഷെഡ് മേണതിന്റെ ചെലവല്ല ഇതിന് വരുന്നത്. ഇതൊന്ന് ചൂട് കിഴിപ്പിട്ട് വരില്ല. ഇപ്പൊ നല്ല പുറത്തൊക്കെ നല്ല ചൂടുള്ള സമയമാണ്, പക്ഷെ ഇവിടെ ഒട്ടും ചൂടില്ല. ആ ചൂടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് വീഡിയോ തന്നെ എടുക്കണേ. ഒരു ശകരം പോലും ചൂട് ഇറങ്ങില്ല. നമ്മുടെ അതില് പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാന് പോലും നമ്മൾ പിടിപ്പിച്ചിട്ടില്ല. ഫാനില്ല. പിന്നെ തൊഴുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സെന്റർ ഏകദേശം ഒരു 28 അടി 30 അടി അടുത്ത് ഹൈറ്റ് ഉണ്ട്. 2 സൈഡ് 15 അടിയുടെ അടുത്ത സൈഡും ഹൈറ്റ് ഉണ്ട്. അതന്നെ ഏകദേശം ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചെയ്ത പരിപാടിയിൽ പെട്ടതാണിത്. ഷെഡ് നിർമ്മാണത്തിന് അല്ലെങ്കിൽ തൊഴുത്ത് നിർമ്മാണത്തിന് എത്ര രൂപ ചെലവ് വന്നിട്ടുണ്ടാവും? തൊഴുത്ത് നിർമ്മാണത്തിന് ഒരു 20ന്റെ മുകളിലേക്ക് ആയിട്ടുണ്ടാവും. 20 ലക്ഷം. 20 ലക്ഷത്തിന്റെ. അത് തൊഴുത്തിന്റെ പറഞ്ഞ ഷീറ്റ് മേല് മാത്രല്ല, ടോട്ടൽ അതിന്റെ തറയും അതിന്റെ ടോട്ടൽ കോസ്റ്റ് അല്ലേ? അതെ. നമ്മൾ ഏകദേശം ഒരു 100 പശുവിനെ കെട്ടാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളുണ്ട്. ഇപ്പൊ നമ്മളെ പാലുൽപാദനം നമുക്ക് ഒരു ദിവസം എത്രയുണ്ട്? ഇപ്പൊ 300 ലിറ്റർ പാലുണ്ട്. 2 നേരം കൂടി 33 പശുക്കളിൽ നിന്നായിട്ട് 300 ലിറ്റർ പാല് അല്ലേ? ആവറേജ് കൂടും കുറയും ചെയ്യാം. അപ്പൊ ഈ പാലിന്റെ വിപണനം നമ്മൾ എങ്ങനെ നടത്തണേ? പാലിന്റെ വിപണനം നമ്മള് കൂടുതലും നേരിട്ടിട്ടുള്ള വീടുകളിലേക്കാണ് കൊണ്ടുപോകുന്നത്. വീടുകളിലേക്ക് കൊടുക്കണം. ലോക്കൽ സെയിലാണ്. അത് നമ്മൾ ഈ ഒറ്റപ്പാലം ഏരിയയാണ് മെയിൻ ആയിട്ട് നമ്മള് ഫോക്കസ് ചെയ്തിരിക്കണേ. ഒറ്റപ്പാലം ടൗണ്. അവിടെ ഒരുവിധം ഏകദേശം നമുക്കൊരു 100ന്റെ മുകളിൽ ഒറ്റപ്പാലം ടൗണിൽ തന്നെ നമുക്ക് ചെലവ് വരുന്നുണ്ട്, കടകളിലൊക്കെ ആയിട്ട്. അതെ. നമ്മള് ഉച്ചയ്ക്ക് ശേഷം ഒരു 40 ലിറ്ററോളം ഉച്ചയ്ക്ക് ശേഷം ചെലവാകുന്നുണ്ട്. നമ്മള് ലോക്കൽ സെയിൽ നടത്തുമ്പോ എത്ര രൂപയായിട്ടാ പാല് കൊടുക്കണേ? നമ്മൾ 68 രൂപയായിട്ടാണ് കൊടുക്കുന്നത്. 68 രൂപയായിട്ട് ലിറ്ററിന് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അവരുടെ വീടുകളിൽ സ്ഥാപനങ്ങളിൽ എത്തിച്ചു കൊടുക്കുകയാണ്. ഓക്കെ. ഇപ്പൊ സൊസൈറ്റിയിൽ പാല് കൊടുക്കണ്ടോ? സൊസൈറ്റിയിൽ കൊടുക്കുന്നുണ്ട്. അവിടെ കൊടുക്കുമ്പോ നമുക്ക് എത്ര രൂപ കിട്ടണേ? സൊസൈറ്റിയിൽ നമുക്ക് ഒരു 42, 43, അങ്ങനെ 45, 46, 47 അങ്ങനെ മാക്സിമം 47 രൂപ വരെ കിട്ടുള്ളൂ. അതല്ലേ? അപ്പൊ ഈ ആകെ പാലുൽപാദനത്തിലെ എത്ര ലിറ്റർ പുറത്തു കൊടുക്കും, എത്ര ലിറ്റർ സൊസൈറ്റിയിൽ കൊടുക്കുന്നുണ്ട്? സൊസൈറ്റിയിൽ എന്തായാലും ഒരു 100ന്റെ മുകളിൽ നമ്മൾ സൊസൈറ്റിയിൽ കൊടുക്കുന്നുണ്ട്. ബാക്കി അതായത് പകുതിയിലധികം പാല് ലോക്കൽ സെയിലായിട്ട് കൊടുക്കണേ. അല്ലേ? അങ്ങനെ ഉണ്ടെങ്കിലേ ഈ സംരംഭം പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ തോന്നുന്നു. പിടിച്ചു നോക്കാൻ. അല്ലെങ്കിൽ മറ്റേത് എന്താന്ന് വെച്ചാൽ നമുക്കൊരു ലിറ്ററിന് ഏകദേശം ഇതിന്റെ കണക്ക് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 50 രൂപയുടെ മുകളിലേക്ക് നമുക്ക് ചെലവ് വരുന്നുണ്ട് ഒരു പശുവിന് അല്ലേ? ഈ പശുവിന് ഈ കറക്കണ പശു മാത്രമല്ലല്ലോ നമ്മുടെ കയ്യിലുള്ളത്, കറക്കാത്ത പശുക്കളാണല്ലോ കൂടുതലും ഉണ്ടാവുക. അപ്പൊ അവർക്കും ചെലവ് ഇതിൽ തന്നെ പോവുക കാരണം കൊണ്ട് നമുക്ക് ഏകദേശം 52 രൂപ 53 രൂപ ചെലവ് വരുന്നുണ്ട്. പിന്നെ ഈ പശുക്കുട്ടികൾക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 6 ലിറ്ററോളം പാല് കുടിക്കവര്. നമ്മള് ഞാൻ കണ്ടു, ഞാൻ കുറെ വലിയ പശുക്കുട്ടികൾ, അതായത് ഒരു 6 മാസമൊക്കെ ആയിട്ടുള്ള പശുക്കുട്ടികൾക്ക് പോലും ഇവിടെ പാല് കുടിക്കാൻ കൊടുക്കുന്നുണ്ട്. സാധാരണ അങ്ങനെ കണ്ടുവരാറില്ല. ഒരു നിശ്ചിത വലിപ്പം ദിവസം കഴിഞ്ഞാൽ കുട്ടികളെ കുടിക്കുകയിൽ നിർത്തി അവര് മാറ്റിയിട്ട് പിന്നെ അവർക്ക് വേറെ തീറ്റകളൊക്കെ കൊടുത്തു. ഒരു കുട്ടികളാണെങ്കിൽ അപ്പൊ തന്നെ വിൽക്കണ ഒരു പരിപാടി ഉണ്ട്. നമ്മളത് തുടങ്ങിയിട്ടില്ല, നമുക്കത് ചെയ്യാൻ പറ്റണില്ല, നമ്മളെന്താ മനസ്സ് വരുന്നില്ല. ഞാനത് കണ്ടപ്പോഴേ ഒരു 6 മാസമായിട്ടുള്ള നമ്മൾ സാധാരണ കുടിയൊക്കെ പറ്റി
മറ്റുള്ള പശുക്കുട്ടികളാണെന്ന് വിചാരിക്കുന്ന പശുക്കുട്ടികൾ പോലും കുടിക്കുന്നുണ്ട്. ഇവിടെ കുടിക്കുന്നുണ്ട്. ഓക്കെ. ഈ നമ്മൾ ഈ ചാണകം കൊടുക്കണ്ടോ? എങ്ങനെയാ? ചാണകം പൊടിയാക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു ചാക്കാക്കിയിട്ട്. എത്ര രൂപയായിട്ടാ? നമ്മൾ 200 രൂപയായിട്ട് കൊടുക്കണം. ഒരു ചാക്കിന് 200 രൂപ. അതെ. ചാണകപ്പൊടി പൊടിയാക്കി കൊടുക്കണം. പൊടിയാക്കിയിട്ട് ചാക്കിലാക്കിയിട്ട് തുന്നിയ ചാക്കാണ്. അതല്ലേ. നമ്മൾ ഈ പശുക്കളെയൊക്കെ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടോ? നമ്മള് ഇൻഷുർ ചെയ്തിട്ടുണ്ട്. ഉണ്ട്. എങ്ങനെ ചെയ്തിരിക്കണത്? അത് സർക്കാർ ഏജൻസിയാണോ? മൃഗാശുപത്രി മുഖാന്തരം ഒരു 10 പശുവിന് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. സർക്കാർ ഏജൻസി മുഖാന്തരം? അതെ. അതല്ലാണ്ട് പ്രൈവറ്റും ചെയ്തിട്ടുണ്ട്. എത്ര രൂപ വരുന്നുണ്ട് പ്രീമിയം? 1400 ചില്ലാനും രൂപയാണ് ഗവൺമെന്റിന്റെ വന്നാറുണ്ട്. ഗവൺമെന്റ് സ്കീം 14,000 സംതിങ് അങ്ങനെ എന്തൊരു എമൗണ്ട് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. മറ്റേത് പുറത്ത് നമ്മൾ പ്രൈവറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 3000 രൂപയോളം ചെലവ് വരുന്നുണ്ട്. അതല്ലേ? അതെ. ഒരു പശുവിന്. അപ്പൊ അതിന് എത്ര രൂപ കവറേജ് കിട്ടും നമുക്ക്? ഏകദേശം 65,000 രൂപയാണ് മാക്സിമം. അതെ, 65,000. പശു ചത്തുപോയാൽ മാത്രമാണ് അതിന്റെ കവറേജ് വരിക? അതോ അല്ലെങ്കിൽ പശുവിന് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ കവറേജ് പരിധിയിൽ വരും? അസുഖങ്ങൾ വരുന്നതിനൊന്നും കിട്ടുന്നില്ല. ഇല്ല അല്ലെ? ഈ അകിടുവീക്കം വരിക, കിട്ടില്ല, അങ്ങനെയൊന്നുമില്ല. അതിനൊക്കെ അപൂർവങ്ങളിലൊക്കെ കിട്ടുള്ളൂ അല്ലെ? കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ നോക്കിയിട്ടില്ല അങ്ങനെ കിട്ടുന്നുണ്ടോന്നുള്ളതൊന്നും. ഇല്ല അല്ലെ? അല്ല, അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പശുവിന് അതായത് ചെറിയ അസുഖങ്ങളല്ല, വലിയൊരു അസുഖം വരികയോ അല്ലെങ്കിൽ അകിടുവീക്കം അകിടുവീക്കം വന്ന് ചിലപ്പോൾ മുലയൊക്കെ പോകില്ല, ഒരു മുലയൊക്കെ പോകില്ല. അങ്ങനെയൊക്കെ പോകുമ്പോൾ ഈ കവറേജിന്റെ പരിധിയിൽ വരും, അതിന്റെ പൈസ കിട്ടുന്നൊക്കെ അങ്ങനെ കർഷകർ പറഞ്ഞിട്ടുള്ള അറിവാണ് എനിക്കുള്ളത്. പൂർണ്ണമായിട്ടുള്ള ഇല്ല, അന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ കുറിച്ചറിയാൻ പറ്റിയിരിക്കും. ഇപ്പോ ഏതാണ്ട് ഈ ഒരു വർഷക്കാലത്തെ പശു വളർത്തൽ രംഗത്തെ പുതിയ കർഷകൻ അല്ലെങ്കിൽ യുവ കർഷകൻ എന്ന നിലയിൽ ഈ രംഗത്തേക്ക് വന്നപ്പോ ഉണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഇത് നമ്മള് കുറെ ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു പരിപാടിയാണ് ചെയ്യാൻ വേണ്ടിട്ട്. മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. അതെ. നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലവും വീടിന്റെ അടുത്ത് നിന്ന് തന്നെ പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലം ആയത് കൊണ്ട് മാത്രല്ല, ഈ പശുവിനെ വളർത്തുന്ന രീതിയെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ രീതി നമ്മള് ഇതിലേക്ക് ഇറങ്ങി എന്തായാലും ചെന്നു. ഇനി ഇതിന്റെ ഫീൽഡ് എന്താന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇതിന്റെ പഠിക്കുന്ന സമയത്ത് പശു വളർത്താൻ ശരിക്കും തൊഴുത്ത ആവശ്യമില്ല. പശുക്കളെ കെട്ടിയിടേണ്ട ആവശ്യമൊന്നുമില്ല. പശുക്കളെ ശരിക്കും അവരുടെ ഇഷ്ടത്തിന് വിട്ടിട്ട് അങ്ങനെ മേഞ്ഞു വന്ന് കിട്ടണതാണ് അവർക്കും നല്ല കംഫർട്ടായിട്ടുള്ള സംഭവം. പശുവിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അതെ. ഈ കോൺക്രീറ്റിലൊന്നും കെട്ടിയിടേണ്ട യാതൊരുവിധ ആവശ്യമില്ല, വെറും മണ്ണ് മതി. അതായത് 10-20 ലക്ഷം രൂപ മുടക്കി ഇത്ര വലിയ ഷെഡൊന്നും പണിയേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ ഈ ഷെഡൊക്കെ പണിത് കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതെങ്ങനെ നമുക്ക് മനസ്സിലായി? നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് പോയി കണ്ടതാണോ? പഞ്ചാബിലത്തെയും മറ്റുള്ളവരുടെയൊക്കെ രീതികൾ കണ്ട് നോക്കുന്ന സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ അവിടുത്തെ പശുക്കൾക്കാണ് പാലും കൂടുതൽ. 60 ലിറ്റർ വരെ കറക്കുന്ന പശുക്കൾ അവിടെ ഉണ്ട്. നമ്മൾ മറ്റ് സ്ഥലങ്ങളിലെ ഈ രംഗത്തെ കുറിച്ച് അന്വേഷിക്കുമ്പോഴും അറിയുമ്പോഴൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഇങ്ങനെയൊന്നല്ല ചെയ്യേണ്ടത് എന്നൊരു ധാരണ നമുക്ക് വരുന്നുണ്ട്. ശരി, നമ്മൾ ഇനിയിപ്പോ അതിലേക്ക് മാറാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. മാറാനുള്ള അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 10,000 സ്ക്വയർ ഫീറ്റ് തൊടുത്ത് നമ്മള് പണിയാൻ വേണ്ടി പോവാണ്. അതെ. ശരി. നമ്മൾ കുറച്ചുകൂടി പശുക്കളെ ഫ്രീ ആയി വിട്ട് അങ്ങനെ സിസ്റ്റമാറ്റിക് ആയി കുറച്ചുകൂടി ഹൈടെക്കിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ്. ആണല്ലേ? നമുക്ക് ഇതില് നമുക്ക് ഫുള്ള് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നില്ല. അപ്പൊ നമ്മളിപ്പോ അതിലേക്ക് മാറും. അധികം വഴുകാണ്ട് തന്നെ ഒരു 2 മാസത്തിനുള്ളിൽ നമ്മൾ അതിലേക്ക് മാറും. ശരി, പശു കർഷകർക്ക് ഈ രംഗത്തെ കുറിച്ച് വേണ്ടത്ര അറിവ് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നൊരു ആക്ഷേപമുണ്ട്. അത് ശരിയാണോ സുഭാഷേട്ടന്റെ അഭിപ്രായത്തില്? ശരിയാണോ ചോദിച്ചു കഴിഞ്ഞാൽ എന്നാ ശരി തന്നെയാണ്. നമ്മുടെ ഇവിടെയുള്ള ഡോക്ടർമാരാണെങ്കിലും എല്ലാവർക്കും അവര് അതിൻ്റെതായ രീതിയിൽ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ എന്താണോ നടക്കുന്നത് അതന്നെയാണ് വീണ്ടും അതന്നെയാണ് പാരമ്പര്യമായി അനുവർത്തിച്ചു വരുന്ന രീതികൾ അതുപോലെ അവലംബിക്കുകയാണ്. അതെ. നമുക്ക് ഇത് പുറത്തു പോയിട്ട് നമ്മള് ഇവിടെ നിന്ന് നമുക്ക് ഒരു 10 പശുവിന് നമുക്ക് ഒരാൾക്ക് കിട്ടുകയാണെങ്കിൽ അത് തമിഴ്നാട്ടിൽ പോയി എടുക്കണം എന്നുള്ളതാണ് ഇവര് പറയുന്നത്. അത് ഏത് പശുവാണെങ്കിലും 10 പശുവിനെ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ഡോക്ടർ ഏകദേശം സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അതിന്റെ പൈസ കിട്ടും. പക്ഷെ അത് അങ്ങനെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. നമ്മൾ ഹൈടെക് ആയിട്ട് നമ്മുടെ നാട്ടിൽ ഈ പാല് ഉത്പാദനം കൂട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ഹൈബ്രിഡ് പശുക്കളെ നമുക്ക് കിട്ടണം. അത് വാങ്ങാൻ തയ്യാറായ കർഷകർ നാട്ടിലുണ്ട്. പക്ഷെ ഈ സാധനം കിട്ടുന്നില്ല അല്ലേ? അതെ, അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. എനിക്ക് തോന്നുന്നു സർക്കാർ സംവിധാനങ്ങളൊക്കെ ഇനി ശ്രമിക്കേണ്ടത് ഹൈബ്രിഡ് പശുക്കളെ കർഷകർക്ക് ലഭ്യമാക്കുക എന്നുള്ളതായിരിക്കും. അതെ.
സുഭാഷ് ഏട്ടന്റെ ഒരു വർഷ കാലയളവിലെ പശു വളർത്തൽ രംഗം ലാഭകരമാണോ? ലാഭവും നഷ്ടം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പുറത്ത് പാല് കൊടുക്കുക കൊണ്ട് ഏകദേശം ഈക്വലാണ്. അതായത് 68 രൂപയ്ക്ക് ലോക്കൽ സെയിൽ നടത്തുന്നത് കൊണ്ട് നമുക്ക് വലിയ നഷ്ടം സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ സുഭാഷ് ഏട്ടന്റെ ഫാമിംഗ് വിശേഷങ്ങളാണ്, അല്ലെങ്കിൽ പശു വളർത്തൽ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പശു വളർത്തൽ രംഗം ലാഭകരമാവാൻ വേണ്ടി ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. കർഷകർ പ്രധാനമായും അനുഭവിക്കുന്ന പ്രതിസന്ധി നല്ല ബ്രീഡ് പശുക്കളെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഏതാണ്ട് 25-30 ലിറ്റർ പാല് കിട്ടും എന്ന് പറഞ്ഞ് വാങ്ങുന്ന പശുക്കൾ ഫാമിൽ അല്ലെങ്കിൽ നമ്മുടെ തൊഴുത്തിലെത്തുമ്പോൾ അതിന്റെ പകുതി പോലും പാല് കിട്ടാത്ത അവസ്ഥ നിലവിലുണ്ട്. പുറം സ്ഥലങ്ങളിൽ നിന്ന് പശുക്കളെ കൊണ്ടുവരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ പലവിധ അസുഖങ്ങൾ ബാധിക്കുന്നു, അത് മരിച്ചു പോകുന്ന സ്ഥിതി വരുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായും നമ്മളുടെ നാട്ടിലെ അല്ലെങ്കിൽ കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ പശു കർഷകർ അനുഭവിക്കുന്ന പ്രതിസന്ധി എന്ന് തന്നെയാണ് ഓരോ കർഷകരുടെ അനുഭവങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ലാഭകരമായ പശു വളർത്തൽ രംഗത്തെ തേടിക്കൊണ്ട് അതിന്റെ നിർദ്ദേശങ്ങളും അനുഭവങ്ങൾ തേടിക്കൊണ്ട് നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തെ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് നമ്മളിടുന്ന ഏറ്റവും മികച്ച ഫാം വീഡിയോകൾ, കാർഷിക വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മറ്റ് കർഷകരിലേക്ക്, കൃഷിയെ ഇഷ്ടപ്പെടുന്നവരിലേക്ക്, ഫാമിംഗ് ഇഷ്ടപ്പെടുന്നവരിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു മികച്ച വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.